പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, ശത്രുക്കൾ, പരിചയം പോലുമില്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ട്. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണ് ഈ കഥയിലെ ഹീറോ. ഇപ്പൊ കണ്ടതാണ് ഹീറോയിസം, നല്ല കണ്ട ഹീറോയിസം. പോയി ആളെ കാണാനില്ല. പേടിച്ചോ? സൂക്ഷിച്ചു കുടിക്കണം, കിക്കാവും. പടയപ്പാ എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. ബേഡി ഓടാ. കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ, കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ. എന്താണ് ബ്രോ, മൊടയാണോ? ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് പോയ എന്താടാ പട്ടി?
പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. താൻ പോടോ. മിണ്ടാപ്രാണിക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ പുണ്യം കിട്ടും. ശിവൻകുട്ടി ഞാനാണ് പറയണത്, ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. എടാ കൊടുക്കരുത് പറഞ്ഞാ നീ കൊടുക്കരുത്. പോ സുശീലണ്ണ. എന്റെ വീട്ടിലും പട്ടിയുള്ളത് തന്നെ. തിന്നു മോനെ. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കല്ലേ കൊടുക്കല്ലേന്ന്. ഇനി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഒരു അടി നിനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. നിന്റെയുള്ളോ സ്നേഹമല്ലേ, നിന്നുടലോ നന്ദിയല്ലേ, കണ്ണു രണ്ടും കാവലല്ലേ, മണ്ണിതിൽ നീ നന്മയല്ലേ, കൊള്ളവില്ല സ്നേഹത്തോടെ ഉള്ളു തൊടുമ്പോൾ നീ എനിക്കും ഞാൻ നിനക്കും ചങ്ങാതിയായി തമ്മിൽ തമ്മിൽ ചൊല്ലിടാതെ ഉള്ളറിഞ്ഞപ്പോൾ നീ എനിക്കും ഞാൻ നിനക്കും കണ്ണാടിയായി. എന്ത് ഇവിടെ കൈ വെച്ച നാളെ പറഞ്ഞ സാധനം ഇവിടെ മേടിച്ചിരിക്കും. 5 മിനിറ്റ് കയ്യിൽ വെക്കണം. ഫുഡ് ആണോ? ചിക്കൻ ചേച്ചി കൊടയൊന്നും കൂടെ വെക്കും, വരുമ്പോ എടുക്കാം. You made me feel unclouded before I hit the road, and you deserve all the love. You're my shelter. Yeah, from the day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain faded out in jealousy. சொல்லும் இந்த கதை என் முன்னோர்கள் போட்ட பாதை. இந்த ரத்தம் சத்தம் பாதை. சில வீரர்களின் கீதை, சில பேரோட வழியில் ஆனந்தம், சில கண்களின் கண்ணீரில் அனுபவம். நீ சொல்லிக்காம இது சண்டியர்கள் பூமி, ஒரு சண்டை என்று வந்து விட்டால் ஆயுதங்கள் சாமி. Bliss of the trigger finger fist, laying bullets in the mist. Not a day to be missed, not a day to be missed. ഇനി എന്നു കാണും ഞാൻ ഇതു നേരമേ, ഇരവങ്ങു നീളും നിതാ, നഗരത്തിൻ വഴി കാട്ടിയ മിഴിനാളമായി അടയാളമറിയും നിതാ. ഒരേ കടലിൻ മേഘനായി നീന്തിടുന്നു, ഒരേ കടൽ കഥ എഴുതിയ ചിതകളിൽ ഉരുകിയ നഗരമിതോ. വണ്ടി തന്നെ വണ്ടി പോവോ? നിങ്ങൾ അതേപോലെ ഇറങ്ങി നടന്നോളി. വേണ്ട വേണ്ട, വെള്ളം കയറിയല്ലേ പണി കിട്ടും. ഞങ്ങള് വെള്ളപ്പന്നെ പോരെ, കുറച്ച് വെള്ളപ്പല്ലേ അതൊന്നും ഇത്ര ഒഴുക്കില്ല, കുറച്ച് മണ്ണ് കാണും. വണ്ടി ഓണാക്കിക്കോ. നിങ്ങൾ വണ്ടി എടുക്കൂ. முன்னேறி வரும் நாட்கள் எல்லாம் ரத்தக்காரை மட்டும், கண்கள் தூரக்கும் நேரம் ஏவனும் கருவை கட்டும். விண்வெளி உயிர் நுழைக்க உன் நண்பன் போட்டா, நெஞ்சை தட்டி சொல்லடா சண்டியர் கூட்டம் தாங்கடா. ഒരേ നിഴൽ പദങ്ങളോട് ചേർന്നിടുമ്പോഴും, ഒരേ തണൽ ഇനി ഒരു പദരേഖയിൽ എഴുതിയ കഥ പറയും. പഞ്ചര ഉണ്ടല്ലോ. പഞ്ചറ കാറ്റ് പറയുന്നുണ്ട്. എന്താണെടോ ഏതാണെടോ
പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം. ഒന്നുകൂടി അല്ല, ഈ കടയിലെ കാശായിട്ട് കൊടുക്കും. കടയിലോ എന്തിന്റെ? അവിടെ നിന്ന് ഫുൾ ട്യൂബ് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കൽ പണ്ടാരങ്ങി കുത്തിക്കയറ്റി വെച്ചത്. വീണ്ടും ഒരു ശാപശകുനപ്പിഴയായി ഞാൻ ഈ നാട്ടിൽ ഞാൻ ട്യൂബ് എന്തിനാണോ? എന്ത് ഈ ചെക്കൻ പറയണത്? അതിന് ഭ്രാന്തായോ? ചെങ്ങായിടെ പ്രജിതാന്റെ ഫോണിൽ എന്താ കൈ തട്ടിയിട്ടിട്ട് ഈ പിച്ചുമ്പയും പറഞ്ഞൊക്കെ വന്നേക്കണു. മോഹൻലാലിനോട്. ഓ അങ്ങനെ. മോഹൻലാലിന്റെ അനിയനായിട്ട് അങ്ങനെ എന്താ വിളിച്ചത്? മോഹൻലാലിന്റെ അനിയനായിട്ട് അഭിനയിക്കാൻ അല്ലേ? മോഹൻലാലിന്റെ അനിയനായിട്ടല്ലേ, മോഹൻലാലിന് ഒന്നുകൂടി ആയിട്ട്. तुम्हारे घर भाई तुम अरे भाई तुम्हारे घर कहाँ? क्या बात है, बोलिए ना हमारे घर से। तुम्हारे घर? हमारे घर से क्या बताइए। हाँ सुतावती। तुम्हारा कहाँ? तुम्हारा कहाँ? तुम्हारे कहाँ? क्या क्या बोलना? ഏ ബായ് ബായ്. ഹലോ ബായ് പറഞ്ഞു പോയോ? ആൾക്ക് പോട്ട് ചെയ്തിട്ടുണ്ടോ? പൈസ കിട്ടോ? ഞാൻ ആ ചളി എവിടെയാണ് സ്ഥലം? എവിടെ അറിയണ്ട? ഇവിടുത്തെ ആൾക്കാരെ ഓർഡർ भाई वाले आള് അനക്ക് ഏട്ടപ്പനോ പോട്ട് ചെയ്യാൻ. भाई एक सिम कोटिंग ऑफर है. इसके अंदर कोई लड़की लोग देखी है, लेकिन आप जल्दी से इधर आए. എല്ലാരും വീട്ടിലേക്ക് പോകട്ടോ. നമുക്ക് എന്തത് ഞാനെങ്ങനെ പാടം
പാലക്കാടേക്ക് പാലക്കാടേക്ക് ബസ് കയറിയത്. എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാ കുരിപ്പാണ് എന്നെ മറ്റേ നോർമൽ സ്റ്റാൻഡിൽ കൊണ്ടിറക്കി. നോർമൽ സ്റ്റാൻഡിലോ? അവിടെ ചെങ്ങ സാധാ സ്റ്റാൻഡില്ലേ അവിടെ, അതാണ് നോർമൽ സ്റ്റാൻഡ്. അത്ര മതി. എന്നിട്ട് അപ്പൊ അവിടുന്ന് നമ്മളിങ്ങോട്ട് ഏതോ സ്ഥലപ്പേര്, അവിടെ ഇവിടേക്കുള്ള സ്ഥലപ്പേര് ഏതാന്ന് ചോദിച്ചത്. അതെന്തേലും നീ പറയും. അപ്പൊ ഇവിടേക്കുള്ള ബസ് സ്റ്റേഡിയം സ്റ്റാൻഡിലുള്ള ആണ് ഉള്ളതെന്ന് പറഞ്ഞ. അപ്പൊ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് ബസ് കയറി. അവിടെ കയറിയപ്പോ ബസ് എത്ര ലേറ്റ് ആണ്. അപ്പൊ സാറ് വിളിച്ചു. എന്നിട്ടോ സാറ് പറഞ്ഞു വേഗം ഇവിടെ എത്ര പത്രം അടിക്കണത്. എവിടെ അടിക്കണ്, ബസ് വേണ്ട ഇങ്ങോട്ട്. ഒരു ഭാഗത്തും ഉണ്ടായിരിക്കാം. ഇന്ന് വലിയ എമ്മിനിപ്പിടല്ലോ. അവിടെ പുതിയ കട ഉണ്ടല്ലോ. എവിടെ? മറ്റേ ഓഫീസില്. അതൊന്നും എടുക്കണ്ട. പ്രചോദനം പല പണി ഞാൻ അവിടെ അടുത്ത എവിടെ കിട്ടുന്നോട്ടെ. അവിടെ ഏത് ലാപ്പ് നമ്പർ നോക്കി ചെങ്ങയുടെ വരും. അതങ്ങനെയാണല്ലോ, എന്താ ചെയ്യാ. ആ മറ്റൂപ്പര് എന്താ പറഞ്ഞെന്നറിയോ? ആ മറ്റൂപ്പര് അന്ന് ഞാൻ മൂപ്പര് മോളി നോക്കാം ആ തൊപ്പിട്ടിട്ട് മെലിഞ്ഞിട്ട് ചെങ്ങയ്യാന്ന് പറഞ്ഞു. സിം എടുത്തോണ്ട് സിം ആക്ടിവേഷൻ ആയിട്ടില്ല. 100 റുപ്യ വാങ്ങിയത്. അറിയില്ലേ മലയാളത്തിൽ വീശറാ. അതേപോലെ എടാ പട്ടി വീശ എന്ന് പറഞ്ഞ പോലെ പെട്ടാനടാ. അല്ല ഭായി, ഇത് ബായുടെ കൂട്ടുകാരുടെ കഥ എന്നിട്ട് ഒരു സീനിൽ പോലും ബായിനെ കണ്ടില്ല. ഇവന്റെ ഒക്കെ ഒരു പട്ടായ ആ ഫൈസലാണ് എല്ലാത്തിനും വഷളാക്കണത്. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അതിനിടെ മറവിൽ തിരയണ തരികിട വഴികൾ അലയുമി കടലിനു മുകളിൽ ദിക്കുതെറ്റുന്ന കപ്പലുകൾ. കൂട്ടിൽപ്പെട്ടൊരു കുട്ടിക്കുയിലിന് വെട്ടം കിട്ടണം. ആരും കാണാത്തക്കം നോക്കി പാറിപ്പോകണം. മാനം പോകും പള്ളി നാളറിയുമ്പോൾ ഒരു കുന്നോളം കള്ളങ്ങൾ കെട്ടിപ്പൊക്കി പറ്റിക്കൂടാ. നീ ചാടും, ഞാൻ ചാടൂല, നീ ചാടും. കൈപിടി കൈപിടി. ടൈം താഴോട്ട് പോയാ അതൊന്ന് 150 ഇഷ്ടം മതി. കിട്ടിയാ സാധനം കിട്ടിക്ക. ഒതുങ്ങിയിരിക്കി. ഒരു കൈ ഒരു പല വഴി പാഞ്ഞേ പോയിട്ടും പുലികളി തുടരുന്നേ. പകലിരവെല്ലാം ചിന്തിച്ചേ തലകൾ പുകയുന്നേ. ആ കുരിശിനു മേലെ ഞങ്ങൾക്കായി കയറിയ കർത്താവേ, എങ്ങനെയേലും നീക്കേണം ദുരിതമി സാത്താനെ. ഈ ലോകത്തുള്ളിൽ ഉള്ളൊരു ജീവൻ പേടിച്ചോടുന്നേ. കൈകൊണ്ട പൊന്മണി ചൊല്ലും നേരം തെറ്റിപ്പോകുന്നേ. കുറുകുട്ടിച്ചാട്ടന്മാരോ പാവം നട്ടം തിരിയുന്നേ.
ഇതടിമുടി മറുതയുടടവാ തീക്കളിയൊടിയനുമാവാം ഇക്കുരുക്കിനി അഴിയുക പണിയാ മാർഗമെന്തെന്നു ചൊല്ലാമോ ഒരു പടയതിനിടെ മറവിൽ തിരയണ തരികിട വഴികൾ അലയുമി കടലിനു മുകളിൽ ദിക്കുതെറ്റുന്ന കപ്പലുകൾ കൂട്ടിൽ പെട്ടൊരു കുട്ടിക്കുയിലിന് വെട്ടം കിട്ടേണം ആരും കാണാത്തക്കം നോക്കി പാറിപ്പോകണം മാനം പോകും പല്ലേ നാളറിയുമ്പോൾ ഒരു കുന്നോളം കള്ളങ്ങൾ കെട്ടിപ്പൊക്കി പറ്റിക്കൂടാ. നാളെ നമ്മുടെ മെഗാ ബിഗ് ഡേ ആണ്. സാധാരണ ബിഗ് ഡേക്കാളും കുറച്ച് വലിയൊരു ബിഗ് ഡേ ആണ്. എല്ലാവരും മിനിമം 10 നമ്പർ, MNP വേണമെന്നില്ല, MNP ആയാലും ന്യൂസിം ആയാലും കുഴപ്പമില്ല, രണ്ടും കൂടി 10 നമ്പർ അടിക്കണം. അപ്പോൾ അതിനുവേണ്ടി രാവിലെ എല്ലാവരും നേരത്തെ ഇറങ്ങണം. സാധാരണ 9 മണിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, എല്ലാവരും 7 മണിക്ക് തന്നെ ഇറങ്ങണം. ആന്റണി ആ കാണാം റേഷൻ കട കണ്ടായി. അവിടെ ഞാന് നമ്മുടെ യാത്രയിലെ സിമ്മ് ഞാൻ പിടിപ്പിക്കും. നോക്കാലോ. നോക്കണം അതെന്തത് സംഭവം റേറ്റ് ചെയ്യേണ്ടത് നമ്മളവിടെ ഒന്നും കട്ടി പരിപാടി. ഈ സംഭവം ഞങ്ങൾ കണ്ടിട്ടില്ല. സംഭവം അടിപൊളിയായി കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ സിമ്മ് വേണം വയ്ക്കാൻ വേണ്ടി വന്നത്. എയർടെൽ എയർടെല്ലിൽ പണിയെടുക്കാനേ. അപ്പൊ ഞങ്ങൾക്ക് സിമ്മ് ഇതായി ടവറില്ലേ നമ്മുടെ, ആ ടവർ എയർടെല്ലുകാരപ്പം ചെയ്യണം. നമ്മൾ ഏത് കാണിച്ചാലും ഞങ്ങളത്തേക്ക് മാറ്റി തരും. മാസം 150 ഉറുപ്പ് റീചാർജ് ചെയ്താൽ മതി. 5G ആണ് എയർടെൽ. 1 ഉറുപ്പ് തരണ്ട. അപ്പം 300 അങ്ങോട്ട് തരും. വേണോ? കണ്ണീർപ്പൂവിന്റെ കവിളിൽ കലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ. എന്താ സംഭവം അറിയോ? നമ്മള് പേയ്മെന്റ്സ് ബാങ്ക് ഇല്ലേ, അതെടുക്കാൻ സിം എടുക്കണമെന്നാണ് അവർ ചോദിക്കണത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ചാരായ നിരോധനം AK ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ഒന്നും കുഴപ്പമില്ല സാറേ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. 5 5 മുതൽ 1 കൊഞ്ചു മതി, 5 7 മത, 6 മതി, ചോട് 2 മതി, 2 തത്തു മതി, മേവുന്നു നാദഹരി നാരായണ. തുടരുന്നു എന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ നിയന്ത്രണങ്ങൾ, കായിക പരിപാടികൾ, പരേഡുകൾ, തുറസായ സ്ഥലത്തെ ജോലി എന്നിവ രാവിലെ 11-നും ഉച്ചയ്ക്ക് 3-നും ഇടയിൽ നടത്തരുത് എന്നും നിർദ്ദേശമുണ്ട്.
പ്രചോദേട്ടാ, നിങ്ങൾ പോർട്ട് ചെയ്യാൻ പോണ സിമ്മില്ലേ, അത് ഞങ്ങൾ പോയിട്ട് പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വഴിക്ക് വരണ്ട. സിമ്മിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സിം ഒരു 30 എണ്ണമെങ്കിലും മിനിമം നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. 30 എണ്ണത്തിൽ എത്തേണ്ട അവിടെ എത്തിയാൽ തന്നെ നിങ്ങൾ പറയണം സിം കഴിഞ്ഞു എന്നുള്ള കാര്യം. കാരണം അവസാനം നിങ്ങൾക്ക് സിമ്മില്ലാതെ പഴയ പോലെ നമുക്ക് ഇവിടെ ഓടിപ്പോയി കിട്ടില്ല. നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കുറച്ച് ഫോർമാലിറ്റി ഒക്കെ ഉണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾ ഓരോരുത്തർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യണം. അവസാനം ആരും സിം കഴിഞ്ഞ് ഒന്നും ഇല്ലാതെ തന്നെ വിളിക്കരുത്. சம்பந்தம் இருக்கு. அவன் பேரு டெல்லி. പ്രജോട്ടാ, അവിടെ ആൾക്കാർ സിം അടങ്ങി നിങ്ങളോട് വരി. ഇനി അടുത്തിട്ട് ഞാൻ അടിക്കാട്ടെ എന്തായാലും. സ്വഭാവം അങ്ങനെ ഞാൻ രണ്ടെണ്ണേ ആയിട്ടുള്ളൂ. ഇങ്ങനെ ഞാൻ നടിക്കട്ടെ. എത്ര മൊത്താകെ 5 എണ്ണ ആയിട്ടുള്ളൂ.
മൊത്തം സാറ് പറഞ്ഞ് 6 അടിക്കുന്ന സാറ് പറഞ്ഞു. എനിക്ക് 5 അയാളത്തെ അടിച്ചാൽ 6 നിങ്ങൾക്ക് എത്ര എനിക്ക് 2 ഉള്ളൂ, ഇതൊന്നും ആയിട്ടില്ല. അത് ഞാൻ വിളിച്ച ലീഡല്ല, പിന്നെ അടിക്കണ്ടായിരുന്നു. അതെന്താ നീ അങ്ങനെ അടിക്കും? ഞാൻ എന്റെ നമ്പർ ആയിട്ടില്ല. ഈ ലീഡ് ആരാദ്യം വിളിച്ചു? ഞാനല്ലേ വിളിച്ചു. അപ്പൊ ഞാൻ അടിക്കണ്ട്. എനിക്ക് ഫസ്റ്റ് അങ്ങനെ അടിക്കണേ. ചെറിയ പരിപാടി ഉണ്ട് പോയിട്ടേ. ആദ്യം അടിക്കട്ടെ.